സാർ ഇന്നലെ ഇടതുപക്ഷത്തെ റിലേറ്റ് ചെയ്തൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപാട് ഭരണവിരുദ്ധ വികാരങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു. ഇടതുപക്ഷത്തെക്കുറിച്ചല്ല അഖില വീഡിയോ ചെയ്തത് UDF-ന് 20 സീറ്റും ഈ വരുന്ന പാർലമെന്റിൽ കിട്ടും, തെരഞ്ഞെടുപ്പിൽ കിട്ടും. അതിൻ്റെ കാരണങ്ങളായി ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിനെതിരായിട്ടുള്ള വിരുദ്ധ വികാരമുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ CPM-നെതിരെയാണ്, അതായത് രണ്ടാം പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെ അത്തരത്തിലുള്ളൊരു വികാരമുണ്ട് എന്നാണ് പറഞ്ഞു വെച്ചത്. അതിൻ്റെ പ്രതിഫലമായി വലിയ എഫേർട്ടൊന്നും എടുക്കാത്ത കോൺഗ്രസിന് വോട്ട് കിട്ടും എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആര്യ രാജേന്ദ്രൻ്റെ വിഷയം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സാറൊന്ന് വിശദീകരിക്കാമോ? അല്ല, ഇത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആര്യ രാജേന്ദ്രൻ്റെ പ്രശ്നം ഇത് മാത്രമല്ല. ഇതിപ്പോൾ ജനങ്ങളിത് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ എറണാകുളത്ത് തന്നെയുള്ള അനിൽകുമാർ എന്ന് പറയുന്ന അദ്ദേഹം ഒരു ഗ്യാസ് തൊഴിലാളികൾ നമ്മളുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെയൊക്കെ ഒരു തൊഴിലാളികൾ സംഘടനയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ ആ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ആൾ CN മോഹനൻ ഇവിടുത്തെ എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ് CPM-ന്. അദ്ദേഹമാണ് പ്രസിഡന്റ്, ഇദ്ദേഹമാണ് സെക്രട്ടറി. ഈ അനിൽകുമാർ എന്ന് പറയുന്നത്. ഈ അനിൽകുമാർ സ്വന്തം മകൻ്റെ ബർത്ത്ഡേക്ക് മേടിച്ചേക്കുന്നത് BMW മിനി കൂപ്പറാണ്. ഇത് ജനം കാണുകയാണ്. കാരണം ഇത് മിനി കൂപ്പർ മേടിച്ചിട്ട് സാധാരണ ആളുകൾ രഹസ്യമായിട്ട് വെക്കും എന്ന് നാട്ടുകാരറിയുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ഫേസ്ബുക്കിലിട്ട് ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്നത് എൻ്റെ ഭാര്യയ്ക്ക് അവിടെ ജോലിയുണ്ട്, ഭാര്യയുടെ ജോലി കൊണ്ടാണ് മേടിച്ചതെന്നുള്ളതാണ് പറയുന്നത്. അഖിലൊക്കെ അറിയാമല്ലോ, അതായത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ MDക്ക് പോലും ഒരു മിനി കൂപ്പർ സിമ്പിളായിട്ട് മേടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ജീവനക്കാരിക്ക് അവിടെ നിന്ന് കിട്ടിയ കാശ് കൊണ്ട് എങ്ങനെയാണ് ഒരു മിനി കൂപ്പർ മേടിക്കുക? മിനി കൂപ്പർ ഉണ്ട്, ഒരു ഫോർച്യൂണർ ഉണ്ട്. മിനി കൂപ്പർ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 55-60 ലക്ഷം രൂപ വരുന്ന ഒരു വണ്ടിയാണ്. ഇദ്ദേഹത്തിന് ഫോർച്യൂണർ ഉണ്ട്, വേറൊരു ഇന്നോവ ഉണ്ട്. ഇപ്പോൾ ഇത്തരത്തിലുള്ള കാറുകളൊക്കെ നിരവധിയുള്ള ഒരാളാണ്. ഇത് നമ്മളിവിടെ ഇരുന്ന് പറയുന്നു, ഈ അനിൽകുമാറിൻ്റെ ചുറ്റുപാടുള്ള ആളുകളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു CPM-ൻ്റെ സാധാരണ ഒരു ചെറിയൊരു ഫ്രാക്ഷൻ്റെ ഒരു തൊഴിലാളി നേതാവ് എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ CN മോഹനൻ്റെ മകള് UK-യിൽ പഠിക്കാൻ പോയിട്ട് അവിടെ നിന്ന് ബിരുദമെടുത്തതിൻ്റെ അവർ സന്തോഷകരമായൊരു മുഹൂർത്തമാണ്. അദ്ദേഹവും ഭാര്യയും 2 പെൺകുട്ടികളും നിന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ടേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവരൊക്കെ ഇത്തരത്തിലുള്ള ആർഭാടകരമായ ജീവിതം നയിക്കുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യം ജനത്തിന് മുമ്പിലുണ്ട്. രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏരിയ സെക്രട്ടറി മുതൽ മുകളിലേക്ക് എല്ലാവരുടെ കയ്യിലുള്ള വണ്ടി ഇന്നോവയാണ്. എന്ന് പറഞ്ഞാൽ ഒരു 35 ലക്ഷം രൂപയെങ്കിലും കൊടുത്താൽ കിട്ടുന്നൊരു വണ്ടിയാണ് അവരൊക്കെ ഉപയോഗിക്കുന്നത്. മിനിമം ആ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2000 രൂപ വേണം, അല്ലെങ്കിൽ 1000 രൂപയെങ്കിലും പെട്രോൾ അടിക്കണം, അല്ലെങ്കിൽ 2000 രൂപ വേണം. ഇതൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന ചോദ്യങ്ങളൊക്കെ ഇവരുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ജനം അടുത്തറിയുന്നത് കൊണ്ടാണ് ജനത്തിന് ഇവരോടൊക്കെ വലിയ ദേഷ്യമുള്ളത്, അല്ലെങ്കിൽ കാര്യമുള്ളത്. കാരണം ഇവരൊന്നും പ്രോപ്പറായ വഴിയിലൂടെ പണമുണ്ടാക്കി ജീവിക്കുന്നവരല്ല എന്നുള്ളൊരു തോന്നൽ ജനങ്ങൾക്കുണ്ട്. പിന്നെ രണ്ടാമത്തൊരു വിഷയം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഏതാനും ചില ഉദാഹരണങ്ങളിൽ പറഞ്ഞിട്ടുള്ളൂ, വിട്ടുപോയ ചില നേതാക്കന്മാർ എന്നോട് ക്ഷമിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഈ കാര്യത്തിൽ ബാക്കിയുള്ള ഇതിൻ്റെ ഏറ്റവും വലിയ അടുത്ത തമാശ എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി 8 മണിക്ക് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ച ഉണ്ടാകുമ്പോൾ വന്നിരിക്കുന്ന CPM-ൻ്റെ നേതാക്കന്മാരുണ്ട്. നേരത്തെയൊക്കെ CPM-ൻ്റെ ആ നേതാക്കന്മാർ, ഇപ്പോൾ MA ബേബി വരുന്നു, അല്ലെങ്കിൽ തോമസ് ഐസക് വരുന്നു, അല്ലെങ്കിൽ മറ്റു പല ആളുകളൊക്കെ വരുന്നു എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ പല കുഴപ്പങ്ങളുണ്ടെങ്കിലും, അല്ലെങ്കിൽ കുഴപ്പങ്ങളുണ്ടെന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ടെങ്കിലും ഇവരൊക്കെ കുറച്ചുകൂടി സൗമ്യരായി ഈ ചർച്ചകളിൽ വന്നിരുന്ന ആളുകളാണ്. ഇപ്പോൾ ആനത്തലവട്ടം ആനന്ദൻ മരിച്ചുപോയ ഒരാളാണ്. പക്ഷേ ഇതിപ്പോൾ ചർച്ചയിൽ വരുന്ന ആരാണ്? ഒന്ന് അനിൽകുമാറാണ്, അഡ്വക്കേറ്റ് K അനിൽകുമാർ. അദ്ദേഹം കുറച്ചുകൂടി മര്യാദക്കും കുറച്ചുകൂടിയൊക്കെ ഒരു കുഴപ്പമില്ലാതെയും ഒക്കെ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിനൊക്കെ നിലതെറ്റി തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ തവണ ഇരുന്നിട്ട് നമ്മുടെ ഈ വടകരയിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് ശരിക്കും സ്മൃതി പരുത്തിക്കാടിനോട് ഒരാളെക്കുറിച്ച് സംസാരിക്കുന്ന അദ്ദേഹം സ്ത്രീലമ്പടനാണ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് K ശരീരൻ എന്ന് പറയുന്ന RMPയുടെ നേതാവ്. അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. ആ തെറ്റിപ്പോയൊരു വാചകം നമുക്കറിയാം. അതായത് ഒരു പോൺ വീഡിയോ ഉണ്ടാക്കി അത് ടീച്ചറുടെ ആരെങ്കിലും ഉണ്ടാക്കുമോ, ശൈല ടീച്ചറുടെ ആരെങ്കിലും ഉണ്ടാക്കുമോ, പകരം മഞ്ജു വാര്യരുടെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമെന്ന് പറയുന്നൊരു കമൻറ്റ്, അത് അങ്ങേറ്റം തെറ്റാണ്. പക്ഷെ ആ തെറ്റിന് അദ്ദേഹം മാപ്പ് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തെ ഈ അനിൽകുമാറിൽ നിന്ന് വിളിക്കുന്നത് സ്ത്രീലമ്പടൻ എന്നൊക്കെയാണ്. എന്നിട്ട് സ്മൃതി പരുത്തിക്കാടുമായിട്ട് വലിയ തർക്കത്തിലേർപ്പെട്ടു. സ്മൃതി പരുത്തിക്കാടിനെ കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് നാണമില്ലേ, ഉളുപ്പില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹമാണ് കുറച്ച് ഭേദം. ഇനി ഇതിനേക്കാൾ കുറച്ച് ആളുകളുണ്ട്. ഒന്ന് BN ഹസ്കർ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റാണ്, കൊല്ലം ബാറിലെ ഒരു അഭിഭാഷകനാണ്. അതുപോലെ തന്നെ ഡോക്ടർ ജയരാജ് എന്ന് പറയുന്ന ഒരാൾ ജനൻ TV-യിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ പലപ്പോഴും ഈ
ഇടതുപക്ഷ സഹയാത്രികർ എന്നുള്ള പേരിലാണ് ഇവർ CPM മെമ്പർമാരാണോ അല്ലേ എന്നുള്ളതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അറിയാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ CPM തന്നെ ആളുകൾ വന്നാലും ഇപ്പം ജെയ്സി തോമസ് ആണെങ്കിലും PM മാർഷോ ആണെങ്കിലും അല്ലെങ്കിൽ SK സജീഷ് ആണെങ്കിലും ഒക്കെ തന്നെ നമുക്കറിയാം ഇവരൊക്കെ വന്നിരുന്ന് പറയുന്നതൊക്കെ ബേസ്ലെസ് ആയിട്ടുള്ള അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ ചർച്ച കഴിയുമ്പോൾ ജനത്തിന് മനസ്സിലാവും ഇവർ ഭയങ്കര വിഡ്ഢികളും അതുപോലെ തന്നെ ഇവർ പറയുന്നത് മുഴുവൻ കള്ളത്തരമാണെന്ന് ജനത്തിന് മനസ്സിലാവും. പിന്നെ ഇതൊന്നുമല്ലാത്ത ചില ആളുകളുണ്ട്. അതിലൊന്നാണ് ചിന്താ ജെറോം എന്നൊക്കെ പറയുന്ന ആൾ. ചിന്താ ജെറോം ഒക്കെ വന്ന് പറയുന്നത് എന്താണെന്ന് ഞാനൊരു ചർച്ച ഇപ്പോൾ ഇതിലൊക്കെ വീഡിയോയിലൊക്കെ വല്ല വൈറലാണ് യൂട്യൂബിലൊക്കെ, ഞാനതുകൊണ്ട് ഇത് പറയുന്നില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റു ചില ആളുകളൊക്കെ ഇരുന്ന് വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മറ്റേ ചോറും പൊതിയുടെ രാഷ്ട്രീയമാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അതായത് ചോദിക്കുന്ന ചോദ്യമല്ല, ഇവർ പഠിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ ലോഡ് ഇറക്കിയിട്ട് പോവുകയാണ് പാവം ചിന്താ ജെറോമൊക്കെ ചെയ്യുന്നത്. ഈ ചിന്താ ജെറോമിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് കൂടെ ഓർക്കുന്ന ഒരു പേരാണ് ഫക്രുദ്ദീൻ അലി എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം നേരത്തെ ഇടതുപക്ഷ സഹയാത്രികൻ്റെയൊക്കെ മോഡലിലാണ് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം BJPയുടെ സഹയാത്രികനായി തോന്നുന്നു. ഈ ഫക്രുദ്ദീൻ അലി ഒരിക്കൽ പറഞ്ഞൊരു ഡയലോഗ് കിട്ടി ഞാൻ അമ്പരന്ന് പോയി. കാരണം ഫക്രുദ്ദീൻ അലി പറയുന്നത് ഫക്രുദ്ദീൻ അലിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പ്രസംഗ മത്സരത്തിലൊക്കെ പങ്കെടുത്തിരുന്നു. അപ്പോൾ ആ പ്രസംഗ മത്സരങ്ങളിലൊക്കെ ചിന്താ ജെറോമിന് ഫസ്റ്റ് കിട്ടിയിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ചിന്താ ജെറോമിനോട് പോലും തോറ്റ ഒരാളാണ് ഫക്രുദ്ദീൻ അലി എന്നുള്ളത് എന്നെ അമ്പരപ്പിച്ചു. ഓക്കെ, അതിനു മുമ്പ് എനിക്ക് അദ്ദേഹത്തോട് കുറച്ചെങ്കിലും JNUവിലൊക്കെ പഠിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ലാത്ത ഒരാൾ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പം അദ്ദേഹം പറയുന്നതൊക്കെ വളരെ അബദ്ധമാണ്. ഒരിക്കലും ആഴത്തിലുള്ള അറിവൊന്നുമില്ലാതെ സംസാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ വന്നിരുന്ന് CPMനെ ന്യായീകരിക്കുന്നു. ഇതിൽ തന്നെ ചില പേരുകൾ പറയാനുണ്ട്. ഇപ്പോൾ ജോൺ ബിട്ടാസ് കുറച്ചുകൂടി നന്നായി ന്യായീകരിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ M സ്വരാജ് എന്ന് പറയുന്ന ഒരാൾ കുറച്ചുകൂടി ഭംഗിയായി ഇത് അവതരിപ്പിക്കുന്ന ഒരാളാണ്, കുറച്ച് അറഗൻസ് ഒക്കെ ഉണ്ടെങ്കിലും. പക്ഷേ ഇത്തരത്തിൽ ക്വാളിറ്റി ഇല്ലാത്ത ആളുകളുടെ ഒരു പട തന്നെയായി CPM ഈ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ് വിട്ടുപോയ തോക്കാനുള്ള ഒരു കാരണമാണ്. അതായത് തോക്കാനുള്ള കാര്യത്തിലേക്ക് നേരത്തെ പറഞ്ഞ ഈ ആളുകളെല്ലാം തന്നെ സംഭാവന ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യത്തിന് ഇതിനേക്കാൾ മോശപ്പെട്ട ആളുകളാണ് അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ആളുകളാണ് BJPയുടെ. ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ ആണെങ്കിലും സന്ദീപ് വാചസ്പതി ആണെങ്കിലും അല്ലെങ്കിൽ സന്ദീപ് വാര്യരാണെങ്കിലും ഇവരൊക്കെ കുറച്ചുകൂടി എന്നാൽ ഷാബു പ്രസാദ് ആണെങ്കിലും ഒക്കെ കുറച്ചുകൂടി മെച്ചമായിട്ട് ന്യായീകരിക്കുന്നുണ്ട്. നേരത്തെ CPM ആയിരുന്നു ഈ ഘട്ടത്തിൽ ഏതായാലും ഇത്തരത്തിലുള്ളൊരു ചർച്ചയിലൊക്കെ ഏറ്റവും നന്നായി സംസാരിക്കാൻ കഴിയുന്ന ആളുകൾ CPMൻ്റെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ CPMൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതുകൊണ്ട് ഇതെല്ലാം തന്നെ ജനത്തിനെ ബാധിക്കുന്നൊരു അല്ലെങ്കിൽ ജനത്തിന് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇത് ആരോടാണ് ഇവർ സംസാരിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എബിൻ വർക്കിയെ പോലെയോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോലെയോ കുറച്ചുകൂടി നന്നായി പ്രസൻറ്റ് ചെയ്യാനും കുറച്ചുകൂടി നന്നായി മിടുക്കോടുകൂടി അവതരിപ്പിക്കാനും കഴിവുള്ളതാണ്. CPMൻ്റെ നേതാക്കന്മാരിൽ മിടുക്കുള്ള ആളുകളൊക്കെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മിടുക്കുള്ള ആളുകളൊക്കെ ഉണ്ട്. ആ ആളുകൾ പോലും ഈ ചർച്ചയ്ക്ക് വരികയോ ഇതിനുവേണ്ടി പണിയെടുക്കുകയോ ഒക്കെ ചെയ്യാതെ ഇതേപോലെയുള്ള പക്ഷേ അത്രയൊന്നും മിടുക്കില്ലാത്ത ആളുകളെ തള്ളിവിട്ടുകൊണ്ട് സ്വയം പരിഹാസ്യമാകുന്ന ഒരു കാര്യമുണ്ട്. അതും കൂടി അഖില ഈ തെരഞ്ഞെടുപ്പിൽ CPMന് അടി തെറ്റാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ്. അത് പറയാതെ പോകൽ വയ്യ. അതുകൊണ്ട് ഈ ചർച്ചകളിൽ CPM പങ്കെടുക്കാതിരുന്നാൽ ഞാൻ വിചാരിക്കുന്നത് 10 വോട്ട് പോകാതിരിക്കും എന്നുള്ളതാണ്. ചർച്ചകളിൽ പങ്കെടുത്ത് ഒരു ദിവസം 5 വർത്താനം വീതം പറയുമ്പോൾ മിക്കവാറും ഒരു 20 വോട്ട് വീതം എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഇവരൊക്കെ വന്ന് ഒരു 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ 20 വോട്ട് പോകും, അടുത്ത 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ 200 വോട്ട് പോകും. അങ്ങനെ ഏറ്റവും കൂടുതലുള്ള ഭാഗ്യത്തിന് ഇപ്പോൾ ഒരു ഗുണവും കൂടിയുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇവർ ചർച്ചയ്ക്ക് വരുന്നില്ല. ഏഷ്യാനെറ്റ് ന്യൂസാണ് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ളത്. അവിടെ ചർച്ചയ്ക്ക് വന്നിരുന്നെങ്കിൽ ഒരു മണിക്കൂറിൽ മിനിമം ഒരു 50,000 വോട്ട് വീതം പോയാലേ. പകരം ഇപ്പോൾ ജനൻ TV ചാനലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാനലൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി വ്യൂവർഷിപ്പ് കുറവാണ്. അതുകൊണ്ട് കുറച്ചോട്ടെ പോകുള്ളൂ. അവിടെയാണ് ഈ ഹസ്കറെ പോലെ ജയരാജനെ പോലെ ഇതുപോലെയുള്ള സഹയാത്രികരൊക്കെ വന്നിരുന്ന് തകർക്കുന്നത്. നമ്മുടെ മീഡിയകളുടെ നിലവാരവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യത്തിൽ പല യൂട്യൂബ് വീഡിയോകളും ചാനലുകളും നടത്തുന്ന നിലവാരം പോലും ഈ ചർച്ചകൾക്ക് ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ മീഡിയയുടെ റേറ്റിംഗും വളരെയധികം കുറയുന്നുണ്ട്. അതും കൂടി സത്യത്തിൽ മീഡിയകൾ ശ്രദ്ധിക്കേണ്ടതാണ്, രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കേണ്ടതാണ്.